അത് ഭയങ്കര ഒരു ആക്സിഡൻറ്റ് നടന്നു കേട്ടോ. ഇവിടുന്നൊക്കെ വണ്ടി ഇതേപോലെ നിയന്ത്രണം വിട്ട് പോയി കഴിഞ്ഞാൽ താഴെ കൊക്കയില. ഇതിൻ്റെ ടയറൊക്കെ ഊരിപ്പോയല്ലോ. നോക്കി 2 ടയറും ഇല്ല ബാക്കിലെ. ഒന്ന് നിൽക്കുന്നുണ്ടോ വണ്ടി അവിടെ വന്ന്. താഴേക്കെങ്ങാനും പോയാണ്ടല്ലോ സീന്. ഇതിന് ടയറോടെ പോയോ എൻ്റെ പൊന്നോ. ഇതിൽ എത്ര പേരുണ്ടായിരുന്നിട്ടുണ്ടാവും. എല്ലാവരുടെയും കിളി മാറിയിട്ടുണ്ടാവും. കാറുമായിട്ടെങ്ങാണ്ട് കൂട്ടിയിടിച്ച കേട്ടോ. സൈഡ് തട്ടി കാറ് വന്ന് ടയറെങ്ങാണ്ട് ഇടിച്ച് പോയതാ. നമുക്ക് പോവാം. നമുക്കിപ്പോൾ എന്ത് കാണാനാ. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വണ്ടി ജാതി ഇതായെന്നേ ഉള്ളൂ. എന്നാലും ടയർ ദേ കിടക്കുന്നു ടയർ. നമുക്ക് പോവാട്ടോ. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലേ ഭയങ്കര സീനാണ്. ഇതേപോലെ വളവിലൊക്കെ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. കേദാർനാഥ് ബദ്രിനാഥ് ഡൈവേഷൻ കേദാർനാഥ് ഉണ്ട്. ആ മേലേക്ക് പോകുന്ന റോഡ് ബദ്രിനാഥിലേക്കാണ്. നമ്മൾ രുദ്രപ്രയാഗ് എത്തിയിട്ടോ. പക്ഷെ നമ്മൾ ടൗണിലേക്ക് പോകുന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ അതിന് മുമ്പേ ഉള്ള ഡൈവേഷൻ എടുത്തിട്ട് അങ്ങനെ പോവാണ്. നമുക്കെന്തായാലും അങ്ങോട്ടൊക്കെ പോവാം. നമ്മൾ ബദ്രിനാഥൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ കാണാം കേട്ടോ. ഇവിടെ കണ്ടോ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. ലാസ്റ്റ് പുള്ളിയാണ്. മിന്നാനൊന്നും ആയിട്ടില്ല. എന്തായാലും ഫുൾ ടൈം അടിച്ചിട്ട് പോകാം. നേരത്തെ പോലെ ഇപ്പോൾ വലിയ റോഡൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ടോ വളരെ ചെറിയ റോഡും അതിനിടയ്ക്ക് ഇതേപോലെ ചെളി പിടിച്ചിട്ടൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വഴിയാട്ടോ. ഉള്ളിലുള്ള ഓരോരോ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ അപ്പുറത്തെ മലയിൽ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ആട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ മേലേക്ക് കയറുമ്പോൾ നല്ല വഴിയായിരിക്കും ചിലപ്പോൾ. ഒന്നാമത് വൈകുന്നേര സമയം നല്ല തണുപ്പും നല്ല എന്താ പറയുക ഒരു സൺലൈറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കിട്ടും. അതുപോലെ നമുക്ക് മഞ്ഞ് കാണണ്ടേ. ഓൾറെഡി മലേൻ്റെ മുകളിലൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. ഒക്കെ കാണണം നമുക്ക്. അപ്പോൾ ദേ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ മഞ്ഞ് വീണ് കിടക്കുന്ന മല ദേ അവിടെ കാണാം കേട്ടോ. അങ്ങോട്ട് നോക്ക്, അവിടെ കാണാം കേട്ടോ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ് മോൾ ഭാഗം മൊത്തം. അടിപൊളി. നമ്മളങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. മഞ്ഞ് കണ്ടാൽ പിന്നെ ത്രില്ല. നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഹോൺ അടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഓരോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആക്സിഡൻറ്റ് പ്രോൺസ് ഏരിയ ആണ്. എല്ലാം പോകാനൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. സ്ഥലമൊക്കെ കിടിലോ കേട്ടോ. വണ്ടിക്ക് തന്നെ വരണം. ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ രസം. ഇതൊക്കെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വണ്ടി നിർത്താൻ ഒരു സ്ഥലം കിട്ടിയാൽ ഒന്ന് നിർത്തി 2 ഫോട്ടോ എടുക്കാമായിരുന്നു. ഇവിടെയൊക്കെ വഴിക്ക് വളരെ വീതി കുറവായതുകൊണ്ട് നിർത്തുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നോക്കി. അടിപൊളി. ഗുപ്തകാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഗുപ്തകാശി. ആൾക്കാരൊക്കെ പൊടിയുണ്ടാവും. ആൾക്കാരൊക്കെ അപ്പോൾ അതെ നല്ല വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലം നോക്കി നിർത്താൻ വേണ്ടി കുറേ നേരം. എവിടെ നിർത്താൻ പറ്റത്തില്ല, കാരണം റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ഇതിപ്പോൾ ഏതോ ഒരു ഗ്രാമം കേട്ടോ. നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. കുറേ നേരം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടോ. അതുകൊണ്ട് ദേഹത്തെ പൊടി കണ്ടോ. റോഡിലെ പൊടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സൈഡിൽ അവിടെ നോക്കിയാൽ കാണാം മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെ കാണാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്ററൊക്കെ മേലെ കൂടെ പോകുന്ന കാണാം.
അടിപൊളി. നമ്മൾ 1-2 ഫോട്ടോകൾ എടുക്കണം, അതിന് വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? ഇവിടെ മൊത്തം ചെളിയാട്ടോ. റോട്ടിൽ ഇതുണ്ടോ, വണ്ടി ഇങ്ങനെ തിന്നി പോകുന്നുണ്ട്. ഞാൻ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. പിന്നെ മുന്നിലെ ബൈക്ക് പോകുന്നത്, അവൻ്റെ പിന്നാലെ നോക്കി ഇങ്ങനെ പോവുക. അവൻ പോകുന്നിടത്തൂടെ തന്നെ. ആ വെള്ളച്ചാട്ടം കണ്ടോ? ഇവിടെ ഒക്കെ ഇങ്ങനെ വീതി കുറഞ്ഞ റോഡായിട്ടേ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. ഇപ്പോൾ ലോറി അവിടെ കുടുങ്ങി, ഇവിടെ വണ്ടി വന്നുകൊണ്ട്. റോഡ് ഭയങ്കര മോശമായിട്ടോ. നമ്മൾ സോൻപ്രയാഗ് എത്താനായി. ഭയങ്കര മോശമാണ് റോഡ്. നല്ല കുണ്ടും കുഴിയൊക്കെയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളത്. ഇത് ദില്ലിയിൽ നിന്നുള്ള ഡയറക്റ്റ് ബസ്സാട്ടോ സോൻപ്രയാഗിലേക്കുള്ളത്. അപ്പോൾ ഇത് തിരിച്ച് ദില്ലിക്ക് പോകുന്ന വണ്ടിയാണ് ISBTയിലേക്ക്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തും. അങ്ങനെ നമ്മൾ സോൻപ്രയാഗ് എത്തി കേട്ടോ. ഇവിടം വരെ നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട് ഗൗരിക്കുണ്ടിലേക്ക്. പക്ഷെ അങ്ങോട്ട് അവരുടെ സുമോയിൽ തന്നെ പോകണം. ഇവരൊക്കെ ട്രക്കിങ് കഴിഞ്ഞ് വരുന്നവരാട്ടോ. വരുന്ന വരവ് കണ്ടാലറിയാം. 2 ദിവസം കഴിയുമ്പോൾ ഞാനും ഇങ്ങനെ ആവും. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. കാറായാലും ബൈക്കായാലും നമ്മൾ കൊണ്ടിരുന്ന വണ്ടിയൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യണം. വല്ല KL വണ്ടി ഉണ്ടോ നോക്കി നോക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി നോക്കാം. എന്തായാലും നമ്മൾ 2 ദിവസം വണ്ടി എടുക്കത്തില്ല. അപ്പോൾ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിടാം. അപ്പോൾ അതെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാം. ഞാൻ സാധനങ്ങൾ ഫുള്ള് എടുത്തു. കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചുമക്കണം. അത് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ ദേ ഇരുട്ടായി. സമയം 5 മണി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അതുപോലെ അപ്പുറത്തെ സൈഡിൽ കാറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്നതിനാണ്. കിतना है भाई? 50 रुपये. कितना दिन टाइम बताओ. टाइम ये क्या है आपके हाथ में? ये कैमरा है 524. गाड़ी नंबर KL 71 G GoPro. हाँ GoPro मतलब क्या यूट्यूब चैनल. अच्छा. അപ്പോൾ വണ്ടി ഒരു ദിവസത്തേക്ക് 24 മണിക്കൂറിന് 50 രൂപയും പിന്നെയുള്ള ഓരോ ദിവസത്തിനും 30 രൂപ. നമ്മളെന്തായാലും 2 ദിവസം ആവും. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. നമ്മൾ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് ഗൗരികുണ്ട് പോയിട്ട് അവിടുന്ന് പിന്നെ ട്രെക്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് ഗൗരികുണ്ട് പോയിട്ട് റൂം എടുക്കുന്നത്. സുമയുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോകാം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് റൂം എടുക്കേണ്ടി വരും കേട്ടോ. ബസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരാട്ടുള്ളത്. അപ്പോൾ ദേ ഇവിടെ നിന്നാട്ടോ നമ്മൾ സാധാരണ കേദാർനാഥിലേക്ക് പോകണമെങ്കിൽ പാസ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മളിത് ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇതേപോലെ ഉള്ള പാസ് എടുക്കണം. അപ്പോൾ ഞാനങ്ങനത്തെ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കേദാർനാഥ് ബദ്രിനാഥിലേക്ക് ഞാൻ പോകാൻ എടുത്തേക്കുന്ന പാസ്. അത് ഇവരുടെ ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ ഇവരുടെ സൈറ്റിലുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാനകത്ത് കയറി നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ ബുക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്തെടുത്ത കേട്ടോ. എനിക്ക് കിട്ടിയേക്കുന്നത് കേദാർനാഥ് 8-ാം തീയതി, അതായത് നാളെ കേട്ടോ. നാളെയാണ് കേദാർനാഥ് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ. അതുപോലെ ബദ്രിനാഥ് 13-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് പോവാം. അവിടുത്തെ സോൻപ്രയാഗ് ടൗൺ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഗാഡി പുള്ളി വിളിച്ചിട്ട് ആ വണ്ടിയിൽ കയറാന്ന്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് മേലേക്ക് പോകാനേ. ഇങ്ങനെ ലൈനായിട്ട് കിടക്കും. ഇവിടുന്ന് 20, 30, 50 രൂപ കൊണ്ട് കേട്ടോ മുകളിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നടന്ന് പോവാം. പക്ഷേ
ലഗേജ് കൊണ്ട് നടക്കണം. നാളെ അതിലും കൂടുതൽ നടക്കാനുള്ളതാണ്. ആളായാലേ പോവുള്ളൂ. ആളായ വണ്ടിക്ക് നമുക്ക് കയറാം. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ആ ഒരു വണ്ടി മൊത്തത്തിൽ നമുക്ക് എടുത്തിട്ട് പോകാം കേട്ടോ. ഇതിപ്പോൾ സിംഗിളായതുകൊണ്ട് നമ്മളെ മറ്റൊരു ടീമിൻ്റെ ഒപ്പം വണ്ടിയിൽ കയറ്റുക. അങ്ങനെ നമ്മൾ ഗൗരിക്കുണ്ട് എത്തി കേട്ടോ. സമയം 6 മണിയായി. മൊത്തം ഇരുട്ടായി. നമുക്കിനി റൂം എടുക്കണം. ട്രക്കിങ് കഴിഞ്ഞ് വന്നവരൊക്കെ കാണാം കേട്ടോ. അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് താഴേക്ക്. ഇവരൊക്കെ ട്രക്കിങ് കഴിഞ്ഞ് വരുന്നവരാ. മ്യൂളുകൾ പോകുന്നു. कितना है रेट? 600 रुपये। 600 सिंगल को यार कोई देख लो और कोई देगा भी नहीं सिंगल को उसके अलावा। एकदम बढ़िया रूम दिखाएंगे आप। चल यार 500 दे सकते हो आप? 500 दे सकते हो आप? नहीं चल कितना है? 500 ഒരാൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് സീൻ. റൂമിന് നല്ല വിലയാവും. 600 വരെ 500 വരെ പറഞ്ഞു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മളോട് ആൾക്കാർ ചോദിക്കാനുണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ റൂമുണ്ട്, ഇനി കണ്ടുപിടിക്കണം. അവിടെ പുള്ളി നമുക്ക് റൂം എറണാകുളം എറണാകുളം എയർപോർട്ടൊക്കെ അറിയാം. തൃശ്ശൂരൊക്കെ പറയുന്നുണ്ട്. പുള്ളി നമുക്ക് 400 രൂപയ്ക്ക് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കട്ടെ പോയിട്ട്. ഓക്കെ ടോയ്ലറ്റ് ഇതാട്ടോ. ടോയ്ലറ്റ് ओके अटैच्ड नहीं है? अटैच्ड बाथ टॉयलेट अटैच। दूसरा दिखाऊं ये देखो रूम टॉयलेट अटैच हाँ ओके रूम ओके 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 यू वर आधार कार्ड नहीं ID कार्ड ആദ്യം അവൻ അറ്റാച്ച്ഡ് ഒന്നും അല്ലാത്തൊരു ബാത്റൂം കൊണ്ട് കാണിച്ചു. പക്ഷേ അറ്റാച്ച്ഡ് വെച്ചപ്പോൾ അറ്റാച്ച്ഡ് വന്നു കേട്ടോ. 400 രൂപയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 400 രൂപയ്ക്ക് റൂം എടുത്തേ. ഇപ്രാവശ്യം അത് തന്നെ കിട്ടുള്ളൂ. കുറേ അലഞ്ഞു കേട്ടോ. കുറേ ചോദിച്ചു. 600 800 500 ഒക്കെ പറഞ്ഞു. 400-ന് ഇത് ഞാൻ അങ്ങോട്ട് 500 പറഞ്ഞു, 400 ചോദിച്ചു, 400-ന് ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ റൂം നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പോൾ ഡബിൾ ബെഡാണ്. ടോയ്ലറ്റൊക്കെ പിന്നെ കണക്കായിരിക്കും. ഇതുണ്ടല്ലേ, നമ്മളിങ്ങനത്തെ റൂമിൽ ഒരുപാട് സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അത് പ്രശ്നമൊന്നുമില്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റൂം ഞാൻ 3 ദിവസത്തേക്കാട്ടോ എടുത്തേക്കുന്നത്. കാരണം ഈ ലഗേജ് കൊണ്ട് നമുക്ക് എന്തായാലും കേദാർനാഥ് ട്രെക്ക് ചെയ്ത് നടക്കൂല. അതുകൊണ്ട് നമ്മൾ വേണ്ട സാധനങ്ങൾ മാത്രം ഇവിടെ എടുത്തിട്ട് നാളെ രാവിലെ നമ്മൾ ട്രെക്ക് ചെയ്യും. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ തന്നെ വെക്കും. നടക്കത്തില്ല. ഇവിടെ നിന്നാണെങ്കിൽ ക്ലോക്ക് റൂം സൗകര്യം അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഹോട്ടലുകാരൊക്കെ ഏൽപ്പിക്കണം. നമ്മുടെ ലാപ്പിൻ്റെയും വീഡിയോൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ടെൻറ്റ് സാധനങ്ങൾ അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എല്ലാം എടുത്തിട്ടാൽ മതി, ബാഗം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഒരു ദിവസത്തേക്ക് 400 രൂപ കൊടുത്തു. 3 ദിവസം 1200 രൂപയാവും. അപ്പോൾ പൈസയാവും എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ആദ്യം ഫുഡ് കഴിക്കണം. തമിഴ് തരും. തമിഴ് അറിയോ? തരുമാ? തമിഴ് തരുമാ? तमिलनाडु आई वर्किंग बर्मा कढ़ाई हाईवे किधर तमिलनाडु वो यार तमिलनाडु വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. भूल गया मैं नाम. ए रूम का लॉक किधर है? रूम का लॉक हां इधर ही होगा. रूम का लॉक कल साबड़ ओके किचन आई एम कमिंग फ्रॉम ओके. എന്തൊക്കെയോ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. റൂമിൽ വന്ന് തുണിയൊക്കെ അലക്കാണ്ടായിരുന്നു. തുണിയൊക്കെ അലക്കിയിട്ടു. നമ്മൾ എന്തായാലും 3 ദിവസത്തേക്ക് റൂം എടുത്താണ്. അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ടിട്ടാണ് നാളെ പോകുന്നത്. അപ്പോൾ അത് അലക്കി ഉള്ളിലിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ജാക്കറ്റ്, ബാഗ്, സാധനങ്ങളെല്ലാം പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവരുടെ റൂമിന് താഴെ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. 1 लोग हाँ
Nurwa, Nurwa, 100 Nurwa, Nurwa, 1 plate. 1 plate आ? हाँ, 1 plate है Nurwa. कितना? Nurwa 100. क्या कितना रोटी? 4 റൊട്ടി 4 4 4. അതുപോലെ ചെറുതായിട്ടൊക്കെ തമിഴൊക്കെ അറിയാം കേട്ടോ. 100 രൂപ കേട്ടോ, 100 രൂപ അവൻ തന്നെ പറഞ്ഞു. 4 റൊട്ടിയും അതുപോലെ ചോറും. 100 डिस्काउंट नहीं है? नो डिस्काउंट क्या? क्या भाई है तमिलनाडु वर्कर है, मैं केरला है. ओके ओके है भाई. ഇവിടെ പിന്നെ റൊട്ടീൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഇതുപോലെ ഇങ്ങനെ അച്ചാർ കൊണ്ടുവെക്കും. അതിങ്ങനെ അച്ചാർ തൊട്ടിട്ടാണ് എല്ലാം കഴിക്കുക. ഈ തണുപ്പത്ത് ഏറ്റവും ബെസ്റ്റ് നല്ല ചൂട് റൊട്ടി, വേറെ ദാൽ ഫ്രൈ ആയിരിക്കും. എന്തോ നോക്കട്ടെ കറി എന്തൊക്കെയോ ഒഴിക്കുന്നുണ്ട്. आलू न्यूट्री കറിയായിട്ട് ഇത് സോയാബീനും അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ടൊരു കറി. അതുപോലെ ഇത് വെറും വെള്ളം കേട്ടോ, ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇത് റൊട്ടി വന്നിട്ടുണ്ട്. ഇത് വെറും എന്തോ കറി കേട്ടോ. കറി കുഴപ്പമൊന്നുമില്ല. സോയാബീനും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ അച്ചാർ കൂട്ടി കഴിക്കുന്നത് വേറെ രസമാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് റൂമിലെത്തി കാണാം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് തിരിച്ച് റൂമിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഋഷികേശിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വണ്ടി തന്നെ റൈഡ് ചെയ്ത് വന്നതും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗൗരികുണ്ടിലാണ്. ഇവിടുന്ന് നമ്മൾ നാളെ രാവിലെ കേദാർനാഥിലേക്ക് ട്രക്ക് ചെയ്യും. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും മറക്കാണ്ട് അടുത്ത വീഡിയോ കാണണം കേട്ടോ, അടിപൊളിയായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ടുള്ളത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കേദാർനാഥ് ചെല്ലുമ്പോൾ സ്നോഫാളിംഗ് ഒക്കെ കിട്ടും. സ്നോഫാളിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തർ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മളെ വഴിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി റൂമിൻ്റെ റേറ്റിങ്ങിനെ പറയും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കറി വിളമ്പുന്ന ചെറിയൊരു പാത്രം. ലാസ്റ്റ് മലയും കയറി ബേസ് ക്യാമ്പിലെത്തി കേട്ടോ.